നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അധ്യായം 2 സാഖ്യയോഗമാണ്. സാഖ്യയോഗത്തിൻ്റെ 50 ശ്ലോകങ്ങളാണ് വരെയാണ് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. കഴിഞ്ഞ ദിവസം 50-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്, ഈ ലോകത്തെ സമത്വ ബുദ്ധിയുള്ള മനുഷ്യൻ ദുഷ്കൃതങ്ങളെയും സുഹൃതങ്ങളെയും ഉപേക്ഷിക്കുന്നുവെന്നും അതിനാൽ നീ സമത്വ രൂപബുദ്ധിയാൽ കർമ്മം ചെയ്യുക എന്നാണ് അർജുനനോട് ഉപദേശിക്കുന്ന ഭഗവാനെയാണ് നാം കാണുന്നത്. അടുത്ത ശ്ലോകം ഇതേ കർമ്മത്തെപ്പറ്റി തന്നെയാണ് പറയുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 51. കർമ്മജം ബുദ്ധിയുക്ത ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കുമ്പോൾ സമത്വരൂപ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. അതിനാൽ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, അതിനാൽ സമത്വബുദ്ധിയോടുകൂടിയ മനീഷികൾ കർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഫലത്തെ ത്യജിച്ച് ജന്മബന്ധനത്തിൽ നിന്ന് മുക്തരായി ദുഃഖമില്ലാത്ത പദം കൈവരിക്കുന്നു. സമത്വബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്നതിൻ്റെ ഫലമാണ് പറഞ്ഞത്. ജന്മബന്ധനത്തിൽ നിന്ന് മുക്തരായി ദുഃഖമില്ലാത്ത പദം കൈവരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ബുദ്ധിയോഗത്തിൻ്റെ 3 നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ബുദ്ധിയുക്തനാകുക, യുക്തിയോടുകൂടി ബുദ്ധിയും യുക്തിയുമുണ്ട്. ബുദ്ധിയുക്തനായി, അത് രണ്ടും കൂടെ ചേർന്ന് ഉള്ളവനാവുക. ബുദ്ധിയും യുക്തിയും ഉപയോഗിക്കുക, മനീഷിയായി തീരുക, കർമ്മഫലത്തെ ത്യജിക്കുക. ഇങ്ങനെ 3 ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഋഗ്വേദത്തിൽ ത്വദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സുരയഃ എന്ന് പറയുന്നു. സർവ്വവ്യാപകനായ ഭഗവാന്റെ പരമപദം വിദ്വാൻമാർ സദാ കാണുന്നു എന്നർത്ഥം. തുടർന്നും ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നുണ്ട്. സാഖ്യയോഗം തീരുന്നില്ല. അടുത്ത ശ്ലോകവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ഈ ശ്ലോകം അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് കാണുന്ന നിങ്ങളെല്ലാം തന്നെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭസുദിനം.